വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റപത്രം നൽകാത്തതിൽ SITയെ വിമർശിച്ച് ഹൈക്കോടതി. പ്രതികൾക്ക് എങ്ങനെ സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നുവെന്ന് കോടതി ചോദിച്ചു. കുറ്റപത്രം നൽകിയാൽ പ്രതികൾ സ്വാഭാവിക ജാമ്യത്തിൽ പോകുന്നത് തടയാനാകും, അല്ലാത്തപക്ഷം പൊതുജനങ്ങൾക്ക് അന്വേഷണത്തിൽ സംശയമുണ്ടാകുമെന്നും കോടതിയുടെ വിമർശനം. അഹമ്മദ് മുസ്തഫ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. മുസ്തഫ, ഈ സ്വർണ്ണപ്പാളി കേസ് തന്നെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുമൊപ്പം മുരാരി ബാബുവിനും സ്വാഭാവിക ജാമ്യം ലഭിച്ചത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഇപ്പോൾ ഹൈക്കോടതി എന്താണ് ഈ വിഷയത്തിൽ SITക്ക് നേരെ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ? എന്താണ് മറ്റു വിശദാംശങ്ങൾ? ജീന, ഇന്നിപ്പോ ഹൈക്കോടതി ഈ പങ്കജ് ഭണ്ഡാരിയുടെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO പങ്കജ് ഭണ്ഡാരിയുടെ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ബെഞ്ചിൽ ആ കേസുമായി ബന്ധപ്പെട്ട വാദം തുടരുകയാണ്. പ്രത്യേകിച്ച് ആ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വീകരിച്ച നടപടിക്രമങ്ങൾ തെറ്റാണ്, അതിനകത്ത് ചില വീഴ്ചകളുണ്ട്. റിമാൻഡ് റിപ്പോർട്ടിനൊപ്പം അറസ്റ്റിനുള്ള ഗ്രൗണ്ട്സ്, അതുപോലെ തന്നെ കാരണങ്ങൾ ഉൾപ്പെടെ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടില്ല. മാത്രമല്ല, പ്രതിഭാഗം വക്കീലിനെ കൃത്യമായി തന്നെ സമയത്ത് കോടതിയിൽ ഹാജരാക്കും, പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടന്നില്ല. മാത്രമല്ല, പ്രതി ചേർത്തത് തന്നെ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ്, അതിനകത്ത് ചില നിരപരാധിത്വങ്ങളുണ്ട് എന്നതുൾപ്പെടെയുള്ള ഈ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പങ്കജ് ഭണ്ഡാരി ഹൈക്കോടതിയെ സമീപിച്ചത്. ഇന്നിപ്പോ ആ കേസിന്റെ വാദം നടക്കുകയാണ്. അതിനിടയിലാണ് ജസ്റ്റിസ് A ബദറുദ്ദീൻ ചില വിമർശനം ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കേസിന്റെ മറ്റു വാദങ്ങൾ അവിടെ ഇരിക്കട്ടെ, ഇങ്ങനെ സ്വാഭാവിക ജാമ്യം പ്രതികൾക്ക് ലഭിച്ചാൽ അത് എങ്ങനെ നീതീകരിക്കാൻ കഴിയും എന്നാണ് കോടതി ചോദിക്കുന്നത്. പ്രത്യേകിച്ച് കുറ്റപത്രം നൽകാത്ത, നേരത്തെ ജീന സൂചിപ്പിച്ചതുപോലെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കേസിൽ നിലവിൽ സ്വാഭാവിക ജാമ്യം ലഭ്യമായി പുറത്തിറങ്ങുന്ന സാഹചര്യമുണ്ടായി. മുരാരി ബാബു കേസിൽ ജാമ്യം ലഭിക്കുകയും പുറത്തിറങ്ങുന്ന ഘട്ടമുണ്ടായി. അങ്ങനെ വരുമ്പോ അത് പൊതുജനങ്ങൾക്കിടയിൽ SIT ഇങ്ങനെ കേസെടുക്കുന്നു, ഒരു ഭാഗത്ത് കൂടുതൽ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു, മറുഭാഗത്ത് 90 ദിവസം കഴിയുമ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്നില്ല, പ്രതികൾ സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നു. ഇതെങ്ങനെയാണ് നീതീകരിക്കാൻ കഴിയുക എന്നാണ് കോടതി ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ പ്രതികൾ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ അത് ഗുരുതര വിഷയമാണ്, അതിൽ ശ്രദ്ധിക്കണ്ടേ എന്ന രൂപത്തിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഒരു വിമർശനം ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് കുറ്റപത്രം നൽകിയാൽ പ്രതികൾ സ്വാഭാവിക ജാമ്യത്തിൽ പോകുന്നത് തടയാനാകില്ലേ എന്നൊരു ചോദ്യം കൂടി കോടതി ചോദിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം. പെട്ടെന്ന് തന്നെ ഈ കേസിന്റെ കുറ്റപത്രം നൽകുന്നതിലേക്കുള്ള നടപടിയിലേക്ക് പോകണം എന്നൊരു വിമർശനം കൂടിയാണ് ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ഭാഗത്തു നിന്ന് ഇന്ന് മറ്റൊരു കേസ്, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസ് പരിഗണിക്കുന്നതിനിടെ വാക്കാലുള്ള ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. മുസ്തഫ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇപ്പോൾ പത്മകുമാറിനും ഇതുപോലെ തന്നെ അദ്ദേഹത്തിന്റെയും 90 ദിവസമായാൽ കുറ്റപത്രം ഇതുവരെ സമർപ്പിച്ചില്ല, 90 ദിവസം പൂർത്തിയാൻ അദ്ദേഹം കാത്തിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവിക ജാമ്യം അദ്ദേഹത്തിനും ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് SITയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. ഹൈക്കോടതിയുടെ ഈ വിമർശനം, ഇനി SITയുടെ അടുത്ത നീക്കം എന്താണെന്നാണ് മനസ്സിലാകുന്നത്? SIT പല ഘട്ടങ്ങളിൽ നിന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചുകളിൽ നിന്ന്, പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ള മൊത്തത്തിൽ ആ വിഷയം പരിഗണിക്കുന്ന സോമോട്ടോ പ്രൊസീഡിംഗ്സ് പ്രകാരം ഡിവിഷൻ ബെഞ്ചാണ്. അവിടെ കൃത്യമായി കേസിന്റെ അന്വേഷണവും അതിന്റെ മറ്റു കാരണങ്ങളും ഉൾപ്പെടെ SIT കൃത്യമായി 2 ആഴ്ച കൂടുമ്പോൾ ഒരു ഇടക്കാല റിപ്പോർട്ട് വെച്ച് അത് കൃത്യമായി തന്നെ വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ ജാമ്യാപേക്ഷകൾ വരുമ്പോ, അല്ലെങ്കിൽ ഇതിപ്പോ ഒരു ക്രിമിനൽ MC മറ്റൊരു ബെഞ്ചിൽ വരികയാണ്, അത്തരം ഹർജികൾ വെവ്വേറെ ബെഞ്ചുകളിൽ വരുമ്പോ ചില വിഷയങ്ങൾക്കകത്തുള്ള വീഴ്ച SITക്ക് ഉണ്ട് എന്ന് ജസ്റ്റിസ് A ബദറുദ്ദീൻ തന്നെ വളരെ മുമ്പ് നേരത്തെയുള്ള 2 ഓർഡറുകൾ വ്യക്തമാക്കിയതാണ്. ഇന്നിപ്പോ മൂന്നാമത്തെ ഒരു വിഷയത്തിലും കൃത്യമായി തന്നെ SITയുടെ ഭാഗത്തുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ അത് KP ശങ്കർദാസിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ആദ്യം ഒരു വിമർശനം ഉണ്ടായി, അതിനുശേഷം പിന്നീട് ആശുപത്രിയിൽ പോയി അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ വരുമ്പോഴാണ് ആശുപത്രിയിൽ തന്നെ തുടരുന്നത്. അറിയാത്ത ഒരു അസുഖത്തിന്റെ പേരിൽ, എന്താണ് അസുഖം എന്ന് കൃത്യമായി വിശദീകരിക്കാൻ കഴിയാത്ത ഒരു അസുഖത്തിന്റെ പേരിൽ ഇപ്പോഴും ആശുപത്രിയിൽ കഴിയുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ഇത് നീതീകരിക്കാൻ കഴിയുക? ഒരു റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിക്ക് മുമ്പിൽ വരാനുണ്ട്. അത് സീൽ ചെയ്ത കവറിൽ ജസ്റ്റിസ് A ബദറുദ്ദീന്റെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിന് നൽകിയതാണ്. ഹൈക്കോടതി കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ അസുഖം എന്താണ്, ജയിലിൽ ചികിത്സിക്കാൻ കഴിയുമ്പോൾ അസുഖത്തിനടുത്ത് ട്രീറ്റ്മെന്റ് എന്താണ്, എന്ന് മുതലാണ് അസുഖത്തിന് ട്രീറ്റ്മെന്റ് എടുക്കാൻ തുടങ്ങിയത്, ഡോക്ടർമാരുടെ റെഫറൻസ് എന്താണ്, അത്തരത്തിലുള്ള വളരെ വിശദമായ സമഗ്രമായ റിപ്പോർട്ടുകൾ കോടതിക്ക് മുമ്പിൽ മുദ്രവെച്ച കവറിൽ വെക്കണം. ആ രൂപത്തിലുള്ള വിമർശനങ്ങൾ വരെ ഉണ്ടായി. ഇന്നിപ്പോ ഇതാ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് സംബന്ധിച്ചും സിംഗിൾ ബെഞ്ചിൽ നിന്ന് ഒരു വിമർശനം വരികയാണ്. അതിനർത്ഥം SIT പല കാര്യങ്ങളിലും കേസന്വേഷണത്തിന്റെ അതേപോലെ തന്നെ ഗൗരവമായി മറ്റു വിഷയങ്ങളെ കാണുന്നില്ല. ചില പ്രതികളെ പിടിക്കുന്നതിനകത്ത് ലാഗ് വരുത്തുന്നു, ചില പ്രതികളെ വേണ്ടത്ര രൂപത്തിൽ പരിഗണിക്കുന്നു എന്ന രൂപത്തിൽ, അത് കുറെ കൂടി പരിഗണന അവർക്ക് ലഭിക്കുന്നു എന്ന രൂപത്തിലുള്ള വിമർശനം വരുന്നു. അതേപോലെ തന്നെയാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്ത ആളുകൾ 90 ദിവസം കഴിയുമ്പോൾ അവർക്ക് മറ്റു നടപടിക്രമങ്ങളൊന്നും പാലിക്കാത്തതിന്റെ പേരിൽ, അന്വേഷണ സംഘത്തിനുള്ള ഒരു വീഴ്ചയുടെ പേരിൽ അതിന് SITക്ക് പല രൂപത്തിലുള്ള ന്യായീകരണങ്ങളുണ്ട്. അത് ഒരു കൊളാബറേറ്റീവ് സ്വഭാവത്തിലുള്ള ഒരു കുറ്റപത്രം കുറെ കൂടി സമഗ്രമായ ഒരു രൂപത്തിൽ. പക്ഷേ പ്രതിപക്ഷം ഉൾപ്പെടെ വിമർശിക്കുന്നത് പോലെ ഒരു ഇടക്കാല കുറ്റപത്രമെങ്കിലും സമർപ്പിച്ചുകൂടെ എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ രാഷ്ട്രീയപരമായി വരുന്നുണ്ട്. പക്ഷെ അപ്പോഴാണ്
ഹൈക്കോടതി തന്നെ ചോദിക്കുന്നത് ഒരു സ്വാഭാവിക ജാമ്യം ലഭിച്ചാൽ ഈ പ്രതികൾ പുറത്തിറങ്ങുന്നത് വളരെ വലിയ പബ്ലിക് വിമർശനത്തിന് ഇടയാക്കുമെന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും SIT കാര്യത്തിൽ അത് ശ്രദ്ധിക്കാമെന്നുള്ള രൂപത്തിൽ മാത്രമാണ് സർക്കാരിന് വേണ്ടി ഹാജരായ കൗൺസിൽ കോടതിക്ക് മുമ്പിൽ വെച്ചത്. പക്ഷേ അതിനകത്ത് SITക്ക് കൃത്യമായ വിശദീകരണങ്ങൾ ഈ ദേവസ്വം ബെഞ്ചിന് മുമ്പിൽ വെക്കുന്നുണ്ട്. ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതൊക്കെ അവിടെ വെക്കുന്നുണ്ട്. പക്ഷേ ഇത് മറ്റൊരു ബെഞ്ചിൽ ഈ കേസ് വരുമ്പോൾ അവിടെ SITക്ക് കൃത്യമായ തന്നെ വിമർശനം പല ഘട്ടങ്ങളിൽ ഉയർന്നു. ഇന്നും അതുപോലെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ ഒരു വിമർശനം ഉണ്ടായിട്ടുണ്ട്. ശരി, അഹമ്മദ് മുജ്തബയാണ് വിവരങ്ങൾ നൽകിയത്. സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റപത്രം നൽകാത്തതിന് 2 പേർക്കാണ് ഇതുവരെ സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. പത്മകുമാർ 90 ദിവസം പൂർത്തിയായാൽ ജാമ്യം നൽകാനിരിക്കെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് രൂക്ഷ വിമർശനം ഉണ്ടാകുന്നത്. ഇങ്ങനെ കുറ്റപത്രം സമർപ്പിക്കാതിരിക്കുന്നത് അത് സ്വാഭാവിക ജാമ്യം നൽകാൻ ഒരു സാഹചര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ജനങ്ങൾക്ക് സംശയം ഉണ്ടാക്കുന്ന നടപടിയാണെന്നാണ് കോടതിയുടെ വിമർശനം. അഹമ്മദ് മുജ്തബയാണ് സമഗ്രമായ വിശദാംശങ്ങൾ നൽകിയത്.